ഇന്നത്തെ റെസിപ്പി അമൃതം പൊടി വെച്ച് തയ്യാറാക്കുന്ന ഈസി ആയിട്ടുള്ള നല്ലൊരു പ്ലം കേക്കാണ്. ഇത് റെഡിയാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും നമ്മുടെ ഈ ഒരു പ്ലം കേക്കിനില്ല കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അമൃതം പൊടി കൊണ്ടുള്ള ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പ്ലം കേക്ക് റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കുരുവില്ലാത്ത മുന്തിരി വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് ടൂട്ടി ഫ്രൂട്ടിയാണ്. ഞാനിവിടെ പച്ചയും ചുവപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു പാക്കായിട്ട് തന്നെ കിട്ടിയതാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഉണക്കമുന്തിരിയെ കഴിഞ്ഞ് കുറച്ച് കുറവായിട്ട് വേണം കേട്ടോ ടൂട്ടി ഫ്രൂട്ടി ചേർക്കാനായിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 4 ഡേറ്റ്സ് ആണ്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ കാഷ്യൂസ് ആണ്. ഇതും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതുമാത്രമല്ല, നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ കടയിലും കിട്ടുമല്ലോ. ഇതിനിവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഗ്രാമ്പുവാണ്. ഞാനിവിടെ 12 ഗ്രാമ്പുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി കല്ലിൽ വെച്ചിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. സാധാരണ നമ്മളിങ്ങനെ പൊടിക്കുമ്പോൾ ജാതിക്കയുടെ കുരു, ഏലക്ക, കറുവപ്പട്ട ഒക്കെയും കൂടെ ചേർത്തിട്ടല്ലേ പൊടിക്കാറ്. അതിന് പകരമായിട്ട് ഇതുപോലെ ഗ്രാമ്പു മാത്രം ഒന്ന് പൊടിച്ച് ചേർത്ത് നോക്കണേ. നല്ല ഫ്ലേവർ തന്നെ ഉണ്ടാവും നമ്മുടെ കേക്കിന്. ഫൈൻ പൗഡറായിട്ടല്ല, ഇതുപോലെ ചെറിയ ചെറിയ തരിയായിട്ടാവും കേട്ടോ നമുക്ക് കിട്ടുക. അത് കുഴപ്പമില്ല. ഇതിവിടെ മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടല്ല കേട്ടോ ഈ ജ്യൂസ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഓറഞ്ച് ജ്യൂസൊക്കെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ജ്യൂസിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുമ്പോൾ നട്ട്സ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നട്ട്സ് നമുക്ക് ലാസ്റ്റ് ചേർത്താലും മതി. ഞാൻ പക്ഷേ ഇങ്ങനെ ഓറഞ്ച് ജ്യൂസിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കാറ്. ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗ്രാമ്പൂല്ലേ, അതിൽ നിന്ന് 2 പിഞ്ച് ഇതിലേക്ക് ചേർക്കാം. സാധാരണ പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് റമ്മിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ്. ആ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ ഓറഞ്ച് ജ്യൂസിൽ വറ്റിച്ചെടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ നമ്മൾ 2 പിഞ്ച് ഗ്രാമ്പൂ പൊടിയും കൂടെ ചേർത്തില്ലേ, അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് ഇതിന് കിട്ടും. ഇത്രയും ആയാൽ മതി. തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ കുറുകി വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ടെടുക്കണം. അതിനായിട്ടൊരു പാൻ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ കളറൊക്കെ ചേഞ്ചായിട്ട് വന്നോളും. ഇതിവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് കളറാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഒരുപാട് ഡാർക്കല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കേക്കിന് ചെറിയൊരു കൈപ്രസ് ഉണ്ടാവും. ഷുഗറൊക്കെ കാരമലൈസ് ആയി കഴിയുമ്പോൾ സൈഡിൽ നിന്ന് ഇതുപോലെ നിറയെ പത വന്ന് തുടങ്ങും. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാം. അപ്പോൾ ഇതിൽ ചെറിയ കട്ടയൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. 2 മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും ഇനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്കുള്ള പൊടികളാണ് എടുക്കേണ്ടത്. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് അമൃതം പൊടി ചേർക്കാം. കൂടെ തന്നെ 1/2 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു അമൃതം പൊടിയുടെ കൂടെ മൈദയും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്ലം കേക്കിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/8 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിതിങ്ങനെ 4 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ അരിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടുള്ള മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 കോഴിമുട്ട ചേർക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. വാനില എസൻസ് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഹോം മെയ്ഡ് എസൻസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. നല്ലപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമലൈസ്ഡ് ഷുഗറിൽ അതിപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടികളുണ്ടല്ലോ, അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ 3 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ടെടുക്കുന്നത്.
ഒത്തിരി ഫോഴ്സിലല്ല, മെല്ലെ മെല്ലെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇതേ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള പ്ലം കേക്ക് തന്നെ കിട്ടും കേട്ടോ. നമ്മളിതിൽ അമൃതം പൊടിയൊക്കെ ചേർത്തു എന്ന് വെച്ചിട്ട് ആ ഒരു ടേസ്റ്റൊന്നും നമ്മുടെ ഈ ഒരു കേക്കിനുണ്ടാവില്ല. പ്ലം കേക്കിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗ്രാമ്പൂല്ലേ, അതിൻ്റെ ബാക്കി പൊടിയും കൂടെ ചേർക്കാം. അത് 1/2 ടീസ്പൂണാണ് ഇട്ട് ഉണ്ടാവുക. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ഓറഞ്ച് ജ്യൂസിൽ വറ്റിച്ചെടുത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അതാണ്. ഇത് തണുത്ത ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയിലും കൂടി ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേക്ക് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് പോയി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ മൈദയിലും കൂടെ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ സമയം നമുക്കിതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതും ചേർക്കാം. ഞാൻ പക്ഷേ ചേർക്കുന്നില്ല. ചേർത്തില്ലെങ്കിൽ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഓയിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് മെൽറ്റാക്കിയിട്ടുള്ള ബട്ടറും ചേർക്കാം. ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് റെഡിയാക്കാനായിട്ട് കേക്ക് ടീൻ എടുക്കാം. ഞാനിതിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാലും ഇതിൻ്റെയൊക്കെ ഉള്ളിൽ എയർ ബബിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തുകൂടെ കൊടുക്കാം. ഇങ്ങനെ തട്ടിക്കൊടുക്കുമ്പം എയർ ബബിൾസൊക്കെ പൊക്കോളും. ഇനി കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കാഷ്യൂസും കൂടെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ടുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു റിങ് കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു ഹോളില്ലേ, ഈ അടപ്പിലുള്ള, അത് ഞാൻ അലുമിനിയം ഫോയിൽ വെച്ച് അടച്ചു കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ പാത്രം ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റായി, നല്ല ചൂടായിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് ടിൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് 58 മിനിറ്റായി. ഇനി ഇത് ഓപ്പൺ ചെയ്തിട്ട് ഒരു സ്ക്യൂവർ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എനിക്ക് 58 മിനിറ്റാണ് കേട്ടോ ടൈം എടുത്തത്. ഓരോ അടുപ്പനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിൽ വ്യത്യാസം വരാം. ഇനി ഇതിവിടെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂട് പോയ ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു കേക്ക് ഇന്ന് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ്. ഇനി ബട്ടർ പേപ്പറൊക്കെ അങ്ങ് എടുത്ത് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ് കേട്ടോ ഇത്. അകമൊക്കെ നല്ല സോഫ്റ്റാണ്. ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടെ വെക്കുന്നുണ്ട്. അമൃതം പൊടിയൊക്കെ വെച്ചിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കാൻ പറ്റുമ്പോൾ കടയിൽ നിന്നൊന്നും ഇനി പ്ലം കേക്ക് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക്